Hi Fishy Doctors. നമ്മുടെ മോഡ്യൂൾ എക്സാമിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. In Sesbania plant, if an inflorescence has 10 flowers, calculate the number of haploid nuclei produced from that inflorescence if each microsporangium has 20 microspore mother cells. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ സെസ്ബാനിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഫേബേസിയ ഫാമിലിയാണ്. നൗ കമ്മിങ് ടു ദ പോളൻ ഗ്രെയിൻ. ഒരു പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ മെച്ചൂർ സ്റ്റേജ് എന്ന് പറയുന്നത് 3 സെൽ സ്റ്റേജ് ആണ്. അപ്പൊ അതിന് 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ഉണ്ട്. അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും അതിന്റെ ന്യൂക്ലിയസും അതേപോലെ 2 ജനറേറ്റീവ് ന്യൂക്ലിയസുമാണ് ഉള്ളത്. സോ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയൻ ആണ് ഒരു പോളൻ ഗ്രെയിനിൽ ഉള്ളത്. ഇനി ഇത് കമ്മിങ് ടു ദിസ്, അപ്പൊ നമ്മൾ ഒരു ആന്തർ എടുക്കാണ്. അപ്പൊ ഒരു ആന്തറിൽ ഇവർ പറയുന്നത് എന്താണ്? ഈച്ച് മൈക്രോസ്പോറാൻജിയം ഹാസ് 20 മൈക്രോസ്പോർ മദർ സെൽസ്. ഒരു മൈക്രോസ്പോർ മദർ സെല്ല് നമുക്ക് മൈക്രോസ്പോറോജെൻസിസിലൂടെ 4 പോളൻ ഗ്രെയിൻസ് തരും. അപ്പൊ ഒരു പോളൻ ഗ്രെയിനിൽ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ആണെങ്കിൽ 4 പോളൻ ഗ്രെയിനിൽ നമുക്ക് 4 മൾട്ടിപ്ലൈഡ് ബൈ 3 12 ഹാപ്ലോയിഡ് ന്യൂക്ലിയ കിട്ടി. പക്ഷെ ഇവിടെ 20 മൈക്രോസ്പോർ മദർ സെൽസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 20 മൈക്രോസ്പോർ മദർ സെൽ നമുക്ക് 12 into 20 240 ഹാപ്ലോയിഡ് ന്യൂക്ലിയ കിട്ടിയോ? ക്ലിയർ അല്ലേ? നൗ കമ്മിങ് ടു ദ ഹോൾ ആന്തർ. 4 മൈക്രോസ്പൊറാൻജി അല്ലേ ഒരു ആന്തറിനുള്ളത്, ടെട്രാസ്പൊറാൻജിയേറ്റ് അല്ലേ. അപ്പോ 240 into 4 നമുക്ക് 960 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഒരു ആന്തർ എന്ന് കിട്ടി. നൗ സെസ്ബാനിയ എന്ന് പറയുന്നത് മിസ് പറഞ്ഞു ഫേബേസിയ ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ പ്രത്യേകത എന്താ? ഫേബേസിയ ഫാമിലിയിലെ ഫോർഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ടല്ലേ നമ്മൾ സെസ്ബാനിയം ട്രൈഫോളിയോ ഒക്കെ പഠിച്ചിരിക്കുന്നത്. അവിടെ സ്റ്റേമൻസ് ഡൈഅഡൽഫസ് കണ്ടീഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 9+1 അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് 9 പേര് ഒരു ബണ്ടിലായിട്ടും ഒരാൾ ഒറ്റയ്ക്കും. അങ്ങനെ നമുക്ക് ടോട്ടൽ 10 സ്റ്റേമൻസ് ഉണ്ട്. 10 സ്റ്റേമൻസ് എന്ന് പറയുമ്പോൾ 10 ആന്തേഴ്സ്. അപ്പം ഒരു ആന്തർ നമുക്ക് കിട്ടുന്നത് 960 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ആണെങ്കിൽ 10 എണ്ണത്തിൽ നിന്ന് കിട്ടുന്നത് 9600 ഹാപ്ലോയിഡ് ന്യൂക്ലിയ. ഇനി നമ്പർ ഓഫ് ഫ്ലവേഴ്സ് നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ആൻ ഇൻഫ്ലോറസൻസ് ഹാസ് 10 ഫ്ലവേഴ്സ്, 10 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ 9600 into 10, ഒരു ഫ്ലവറിന്ന് ഇത്രയും കിട്ടുന്നു. അപ്പൊ 10 ഫ്ലവറിന്ന് 9600 into 10, 96000 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. How many pollen grains are formed in pea plant with 5 flowers, where in each flower with every stamen bears 30 microspore mother cell in each of its microsporangium? ഇതും സിമിലർ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അഗെയിൻ ഇവിടെ നമ്മുടെ മൈക്രോസ്പോറാൻജിയത്തിന്റെ മൈക്രോസ്പോർ മദർ സെല്ലിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു മൈക്രോസ്പോർ മദർ സെല്ല് നമുക്ക് 4 പോളൻ ഗ്രെയിനെ തരും. ഇവിടെ ഒരു പോളൻ സാക്കിൽ 30 മൈക്രോസ്പോർ മദർ സെൽ ഉണ്ട്. സോ 30 മൈക്രോസ്പോർ മദർ സെല്ല് നമുക്ക് 4 into 30 120 പോളൻ ഗ്രെയിനെ തരും. അപ്പം ഒരു ആന്തറല്ലോ 120 into 4 അല്ലേ വരിക, കാരണം 4 മൈക്രോസ്പോറാൻജി ഉണ്ടല്ലോ. അപ്പൊ 480 പോളൻ ഗ്രെയിനെ നമുക്ക് കിട്ടി. നൗ പീ ഫ്ലവർ എന്ന് പറയുന്നത് അഗെയിൻ ഫേബേസിയ ഫാമിലി ആണ്, ഡൈഅഡൽഫസ് സ്റ്റേമൻ ആണ്. സോ 10 സ്റ്റേമൻ ഉണ്ട്, ദാറ്റ് മീൻസ് 10 ആന്തേഴ്സ് ഉണ്ട്. അപ്പോ 480 into 10 നമുക്ക് 4800 പോളൻ ഗ്രെയിൻ ആണ് ഒരു ആന്തറിൽ നിന്ന് നമുക്ക് കിട്ടുക. അങ്ങനെ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ടോട്ടൽ 5 ഫ്ലവേഴ്സ് ഉണ്ട്. സോ 4800 into 5, 24000 പോളൻ ഗ്രെയിൻസ് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പ്ലാന്റ്. അതായത് 5 ഫ്ലവേഴ്സ് ഉണ്ട്, അതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ടോട്ടൽ 24000 പോളൻ ഗ്രെയിൻസ് ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഈ സിമിലർ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പ്ലാന്റ് ഫാമിലി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്ലാന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഫാമിലിയാണ്, അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഏത് കണ്ടീഷനിലാണ്, അതും കൂടി നോക്കിയിട്ട് മാത്രം സോൾവ് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇനി ഇങ്ങനെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഗുഡ് ലക്ക്.